മോമിനിയങ്ങളെ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഒരു ഹദീസ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇസ്രാ മിഅ്റാജിന്റെ യാത്ര ഞങ്ങൾ പോകുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അങ്ങനെ ആകാശ ലോകത്ത് കൂടെ സഞ്ചരിക്കണം. ആ സമയത്ത് ഞങ്ങൾ ഒരു പ്രത്യേകമായ പോയിന്റിൽ എത്തിയപ്പോ, ആകാശലോകത്താണുള്ളത്, ഒരു പ്രത്യേകമായ ഭാഗത്തെത്തിയപ്പോ വല്ലാത്ത സുഗന്ധം അതിലൂടെ അടിച്ചു വീശുന്നുണ്ട് ആകാശലോകത്ത്. മുത്തനബി തങ്ങൾ പറയാ, ഇത്ര വലിയ ഒരു സുഗന്ധം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സുഗന്ധാണ് അടിച്ചു വീശുന്നത്. ഭയങ്കര അത്ഭുതമായി. അപ്പൊ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, അല്ല ജിബ്രീൽ, ഇവിടെ നല്ല സുഗന്ധം ഉണ്ടല്ലോ ഈ ഭാഗത്ത്, എന്താണ് ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നബിയെ, നമ്മൾ ഈ സുഗന്ധം അനുഭവിക്കുന്ന ഈ ഭാഗം ഇതാ, ഇതിന്റെ നേരെ താഴെ ഭൂമിയിൽ ഒരു ഖബറുണ്ട്. ആ ഖബറിൽ ഒരു പെണ്ണും ആ പെണ്ണിന്റെ 3 കുട്ടികളുണ്ട്. ഓലെ ഖബറിൽ നിന്ന് വരുന്ന സുഗന്ധാണിത് എന്ന് പറഞ്ഞു. ആരായിരുന്നു ആ പെണ്ണെന്ന് അറിയോ? ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, നബിയെ, ഫിറഔനിന്റെ കൊട്ടാരത്തിൽ വേലക്കാരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു, മഹദിയായ ബീവി മാഷിഖ റളിയല്ലാഹു അൻഹ. ആ മഹദിയുടെ 3 കുട്ടികളെയും ഖബറിന്നാണ് ഇത് വരുന്നത്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് മുത്തനബി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ, നാ മാഷിഖാന്റെ കഥ എനിക്കൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ പറഞ്ഞു, നബിയെ, ഫിറഔനിന്റെ കൊട്ടാരത്തിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഫിറഔന് ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ്. പക്ഷെ അവന്റെ കൊട്ടാരത്തിലെ ഈ മഹദി മുസ്ലിം ആയിരുന്നു. ഇത് ഫിറഔനും അനുയായികളും ആരും അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം ഫിറഔനിന്റെ മകള് രാജകുമാരിന്റെ മുടി ഇങ്ങനെ ചീകി കൊടുക്കാണ് ഈ മാഷിഖ ബീവി. അപ്പോൾ ചീർപ്പ് കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു. ആ നിലത്ത് വീണ ചീർപ്പെടുക്കാൻ വേണ്ടി കുനിഞ്ഞ സമയം ആ മഹദി നിലത്തുനിന്ന് ചീർപ്പെടുത്തപ്പോൾ പറഞ്ഞു, ബിസ്മില്ലാ. ബിസ്മി ചൊല്ലിയിട്ടാണ് ചീർപ്പെടുത്തത്. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ നാമം കൊണ്ട് ഞാനിത് എടുക്കുന്നു എന്നാണല്ലോ. ഇത് കേട്ട ഫിറഔനിന്റെ മകള് ചോദിച്ചു, അബീ, നിങ്ങൾ ഈ അള്ളാന്റെ നാമം എന്ന് പറഞ്ഞത്, ഈ അള്ളാന്ന് പറഞ്ഞത് എന്റെ വാപ്പാനെ പറ്റിയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഫിറഔന്റെ മകളെ ചോദിച്ചു. അപ്പോൾ ആ മഹദി പറഞ്ഞു, അല്ല, ഞാൻ അള്ളാഹ് എന്ന് പറഞ്ഞത് എന്നെയും നിന്റെ ബാപ്പയും പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുണ്ട്, ആ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതാണ്. ആ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ഈ ചേർപ്പെടുത്തത് കേട്ടോ. ഇത് കേട്ട ഫിറഔനിന്റെ മകൾക്ക് ദേഷ്യം സഹിക്കാനും പറ്റിയില്ല. വേഗം അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. തന്റെ ഉപ്പയോട് വിവരം പറയുകയാണ്. വേഗം പട്ടാളക്കാര് വന്നു. മാഷിഖ ബീവിയെ ഫിറഔനിന്റെ രാജസദസ്സിലേക്ക് ഹാജരാക്കപ്പെടുകയാണ്. വിചാരണ നടത്തി ഫിറഔൻ ചോദിച്ചു, മാഷിഖ, ഞാനല്ലാത്ത ഒരു അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്? ഉണ്ട് എന്ന് പറഞ്ഞു. ആരാണ് അതെന്ന് ചോദിച്ചു. ഏകനായ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. എങ്കിൽ ആ അള്ളാഹു എന്നുള്ള വിശ്വാസം മാറാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു. മാഷിഖ ബീവി പറഞ്ഞു, ഞാൻ മാറാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞു. ആ മഹദിയുടെ ഈമാനൊന്ന് നോക്കണേ. ഫിറഔനിന് ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഉടനെ ഫിറഔനും പട്ടാളവും ചെയ്തെന്തെന്നറിയുമോ? ഈ മഹദിയുടെ 3 മക്കളെയും ആ രാജസദസ്സിലേക്ക് കൊണ്ടുവരികയാണ്. 7 വയസ്സായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, 3 വയസ്സായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, 7 മാസം പ്രായമായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. വലിയ ഒരു ചെമ്പ് അടുപ്പത്ത് വെക്കുകയാണ്. അതിൽ നിറയെ എണ്ണ ഒഴിച്ച് തിളപ്പിക്കുകയാണ്. മാഷിഖ ബീവിയോട് പറഞ്ഞു, മാഷിഖ, നിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമാണോ? ഇല്ല എന്ന് പറഞ്ഞപ്പോ 7 വയസ്സായ കുട്ടിയെ ആ തിളച്ച എണ്ണയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ്. ആ മഹദിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 3 വയസ്സായ കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയെയും എണ്ണയിലേക്ക് എറിയാൻ ഒരുങ്ങുകയാണ്. മാഷിഖാനി മാറി ചിന്തിക്കാൻ ഒരുക്കമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയെയും എറിയപ്പെടുകയാണ്. 7 മാസം പ്രായമായ പാല് കുടിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഈ മഹദിയുടെ കയ്യിൽ നിന്ന് പട്ടാളങ്ങൾ ആ കുട്ടിയെ പിടിച്ചു പറിച്ചു കൊണ്ടുപോവുകയാണ്. ആ കുട്ടിയെ എണ്ണയിലേക്ക് എറിയാൻ ഒരുങ്ങിയപ്പോ ഈ ഉമ്മയുടെ മനസ്സൊന്ന് പതറുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണു നിറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ലോക ചരിത്രത്തിൽ 3 തവണ നടന്ന അത്ഭുതമാണ്. പാല് കുടിക്കുന്ന കുട്ടികൾ സംസാരിച്ച സംഭവമാണ്. ഉടനെ ഉമ്മാന്റെ വെപ്രാളം കണ്ട
വന്നപ്പോ 7 മാസം പ്രായമായ ആ കുട്ടി സംസാരിച്ചു. യാ ഉമ്മാ ഇഖ്തഹിമി ഫഇന്നക അലൽ ഹഖ്. ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾ സത്യത്തിന്റെ മേലിലാണുള്ളത്, ക്ഷമിക്കണേ ഉമ്മ. ഫഇന്ന അദാബൽ ആഖിറതി അഹ്വന മിന ഫഇന്ന അദാബദ് ദുനിയാ അഹ്വന മിൻ അദാബിൽ ആഖിറ. ഇത് ദുനിയാവിലെ ശിക്ഷയല്ലേ, ഇത് നിസ്സാരമായ ശിക്ഷയാണുമ്മ. ആഖിറത്തിലെ ശിക്ഷയുണ്ട്, അത് താങ്ങാൻ കഴിയുന്നതല്ല. ആ കുട്ടി സംസാരിച്ചു. ആ കുട്ടിനെയും കൊന്നു, മാഷിദ ബീവിനെയും കൊന്നു. ഈ 4 ആളുകളെ ബാക്കി വന്ന അസ്ഥികൂടങ്ങൾ ഒരു ഖബറിലാണ് അടക്കം ചെയ്യപ്പെട്ടത്. ആ ഖബറിൽ നിന്നാണ് നബിയെ ഈ സുഗന്ധം വരുന്നതെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ ഇമാം അഹ്മദ് തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫിറോവിന്റെ ക്രൂരത ഞങ്ങൾ ചിന്തിച്ചു. ഖുർആൻ എത്ര സ്ഥലത്താണ് ഈ ഫിറോവിന്റെ ക്രൂരത പറഞ്ഞത്. അവന്റെ ഭാര്യയായിരുന്നു മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. ആസിയ ബീവി മുസ്ലിമായപ്പോ ആസിയ ബീവിക്കൊക്കെ കൊടുത്ത ശിക്ഷ എന്താ നിങ്ങൾ? നട്ടുച്ച വെയിലത്ത് കൊണ്ടുവരുമായിരുന്നു. പട്ടാളങ്ങൾ ചേർന്ന ആ വെയിലത്താണ് ഈ മഹദിയെ ശിക്ഷിക്കുക. പട്ടാളങ്ങളൊന്ന് മാറി നിന്നാൽ മലക്കുകൾ വന്ന് ജറക് വിരിച്ച് നേരിട്ട് കൊടുക്കുകയാണ്. ശിക്ഷ കഠിനമായി, മരിക്കുമെന്നുറപ്പായി. ഉടനെ ആസിയ ബീവി നടത്തിയ ദുആ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ ഫിറഔനിന്റെ കൊട്ടാരം എനിക്ക് വേണ്ട, ഇവിടെയുള്ള സുഖങ്ങൾ എനിക്ക് വേണ്ട, നിന്റെ ഭവനമായ സ്വർഗത്തിൽ ഒരു വീട് എനിക്ക് തരണേ അല്ലാ. മരിക്കാനായപ്പോ ഉയർന്നതാണ്. അപ്പൊ തന്നെ അസ്രായിൽ അലൈഹിസ്സലാം വന്ന് ആ സ്വർഗത്തിലെ വീട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ കൊട്ടാരം അതിലങ്ങട്ട് ചിരിച്ചു. ആദ്യം മരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അത്രയും ശിക്ഷ നടക്കാണ്, അതിലാണ് ചിരിച്ചു. ചിരിച്ചപ്പോ ഫിറഔന് പറഞ്ഞു, പട്ടാളങ്ങളെ നിങ്ങൾ നോക്കുക, ഹാദിഹി മജ്നൂന, എന്റെ ഈ ഭാര്യക്ക് ഭ്രാന്താണ് കേട്ടോ. ഇത്രയും വലിയ ശിക്ഷ നമ്മൾ കൊടുക്കുമ്പോഴും ഇവള് ചിരിക്കുകയാണല്ലോ. ദേശം അടച്ച് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഫിറഔൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പാറക്കല്ല് കൊണ്ടുവരിക. പട്ടാളങ്ങൾ ഒരു വലിയ പാറക്കല്ല് കൊണ്ടുവരികയാണ്. ആ പാറക്കല്ല് മഹദിയുടെ തലയിലേക്ക് അവനും പട്ടാളങ്ങളും ചേർന്ന് വലിച്ചെറിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ആ മഹദിയും ഷഹീദാവുകയാണ്. മഹദിയുടെ മരണവും ആ സമയത്ത് നടന്ന ദുആഉം ഒക്കെ ലോക മുസ്ലിമീങ്ങൾക്കുള്ള പാഠമായിട്ടാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. മുഅ്മിനീങ്ങളെ, അന്നുള്ള മുസ്ലിമീങ്ങൾ, മൂസാ നബിയുടെ കൂടെയുള്ള മുസ്ലിമീങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്, പ്രയാസങ്ങൾ എത്രയാണ്. എത്ര സ്ഥലത്താണ് പരിശുദ്ധ ഖുർആൻ കഥ പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, പരിശുദ്ധ റമളാനിലെ 7ാമത്തെ രാത്രിയിൽ ഒരാൾ തറാവീഹ് നിസ്കരിക്കുമ്പോ, നമ്മുടെ ഇന്നത്തെ നിസ്കാരം 7ാമത്തെ തറാവീഹ് ആയിരുന്നില്ലേ? ഫകഅന്നമാ അദ്റക മൂസാ അലൈഹിസ്സലാം വനസറഹു അലാ ഫിർഔന വഹാമാൻ. മൂസാ നബിയുടെ കൂടെ ജീവിച്ചിട്ട് ഈ ഫിർഔനെതിരെ പോരാടിയ ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട ആളുകൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലമില്ലേ, അതിനോട് സമാനമായ പ്രതിഫലം ഇന്നത്തെ തറാവീഹുകാർക്ക് നൽകപ്പെടുന്നതാണ്. അല്ലാ അല്ലാ, സാധുക്കളായ ഞങ്ങൾക്ക് ആ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ നിസ്കാരം അതിന് കാരണമായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നിസ്കാരത്തിലെ കുറവുകൾ പരിഹരിക്കണേ അല്ലാ. അല്ലാഹു പ്രതിഫലം നമുക്കൊക്കെ തരട്ടെ. ഇഷ്ടപ്പെടുത്തത് ഒറ്റ തറാവിയും ജമാഅത്തും മുടങ്ങാതെ ചെയ്തോണ്ട്. കാരണം എന്താ, എല്ലാ തറാവിയും ജമാഅത്തോടു കൂടി നിസ്കരിച്ച ഒരു മനുഷ്യന് ലൈലത്തുൽ ഖദറിന്റെ ഒരു ഭാഗം കിട്ടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. എന്തായാലും അതിന്റെ ഒരു വിഹിതം നഷ്ടപ്പെട്ടു പോകില്ല. അതിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് തറാവി ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത്. റബ്ബേ, ഈ മജ്ലിസിൽ വെച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാഹ്. റബ്ബേ, കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്, ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. മകന്റെ കല്യാണം ശരിപ്പെടാൻ വേണ്ടി ഒരു സഹോദരൻ വിളിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്, സന്തോഷമുള്ള ഇണയെ നൽകണേ അല്ലാഹ്. റബ്ബേ, വിവാഹപ്രായമെത്തിയ ഒരുപാട് ആൺമക്കളും പെൺമക്കളും ഒക്കെ ഉള്ള മാതാപിതാക്കളുണ്ട്. അല്ലാഹുവേ, റാഹത്തുള്ള
സന്തോഷമുള്ള ഇണകളെ നൽകണേ അല്ലാ, സന്തോഷമുള്ള ഇണകളെ നൽകണേ അല്ലാ. നാളെ വിദേശത്തേക്ക് പോകുന്ന ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു യാത്രയൊക്കെ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ, നല്ല റാഹത്തുള്ള ജോലി നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്കൊക്കെ നിന്റെ റഹ്മത്ത് ചുരിഞ്ഞു തരണേ അല്ലാ. ഈ പരിശുദ്ധ റമദാൻ കഴിയുവോളം എല്ലാ തറാവീഹും ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ വന്ന കുറവുകളൊക്കെ നീ പരിഹരിച്ചു തരണേ അല്ലാ. ഞങ്ങൾ മരിച്ചുപോയവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. റബ്ബേ പള്ളിയിൽ നടക്കുന്ന നോമ്പ് തുറക്ക് ആവശ്യമായ വസ്തുക്കൾ നൽകുന്ന ആളുകളുണ്ട്. റബ്ബേ അവർക്കൊക്കെ വലിയ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ സമ്പത്തിലും ജോലിയിലും ഒക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ഒക്കെ നിന്റെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.